സന്ദേശ് ഖാലി വിഷയത്തിൽ ബി.ജെ.പിയെ കുരുക്കിലാക്കി പ്രാദേശിക ബി.ജെ.പി നേതാവിന്റെ വെളിപ്പെടുത്തൽ. സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമമോ ബലാത്സംഗമോ നടന്നിട്ടില്ലെന്നും മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾ കള്ളപ്പരാതി നൽകി എന്നുമാണ് ഗംഗാധർ കോയലിന്റെ വെളിപ്പെടുത്തൽ. യൂട്യൂബ് ചാനൽ നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്ന് കാണിച്ച് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും CBIക്കും പരാതി നൽകി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നിപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, ഇത് വ്യാജ വീഡിയോ ആണോ? അത്തരത്തിലൊരു സ്ഥിരീകരണമുണ്ടോ നിതിൻ? ഉന്മേഷ്, നിലവിലിപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമാണ് സന്ദേശ് ഖാലി. ഷാജഹാൻ ഷെയ്ഖിന്റെ സംഭവത്തിന് പിന്നാലെ തന്നെ സ്ത്രീകൾ സന്ദേശ് ഖാലിയിൽ സംഘടിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് സന്ദേശ് ഖാലിയിലെ ഓരോ സംഭവങ്ങളും പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് ഈ സംഭവമെല്ലാം തന്നെ സുവേന്ദു അധികാരി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരം ചില പരാതികൾ വന്നിരിക്കുന്നത്. സുവേന്ദു അധികാരിയാണ് ഈ പരാതികൾ, സ്ത്രീകൾ ഇത്തരമൊരു പരാതികൾ ഉന്നയിക്കാൻ കാരണം സുവേന്ദു അധികാരി ഈ മേഖലയിൽ നടത്തിയ ഇടപെടൽ മാത്രമല്ല, സ്ത്രീകൾക്ക് പരാതി നൽകുന്ന സ്ത്രീകൾക്ക് 2000 രൂപ വെച്ച് നൽകിയെന്നും പ്രാദേശിക ബി.ജെ.പി നേതാവായ ഗംഗാധർ കോയൽ ഈ യൂട്യൂബ് ചാനലിൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്തുടനീളം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തെത്തി തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന സംഭവങ്ങളൊന്നും സന്ദേശ് ഖാലിയാണ്. സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളിൽ മമതാ ബാനർജി മൗനം പാലിക്കുന്നെന്ന അടക്കമുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോഴും ഈ സന്ദേശ് ഖാലി എന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് കാര്യമായ തരത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനോ ഒന്നും തന്നെ വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ് കിട്ടിയ ആയുധമാണ് ബി.ജെ.പി നേതാവിന്റെ ഈ വെളിപ്പെടുത്തൽ. നിലവിലിപ്പോൾ ഈ വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. സത്യം ഒരു നാൾ വെളിപ്പെടുത്തുമെന്നത് മമതാ ബാനർജി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എന്തായാലും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വീഡിയോ അത് വ്യാജമായി നിർമ്മിച്ച വീഡിയോ ആണെന്നാണ് ബി.ജെ.പിയുടെ ഭാഷ്യം. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ CBIക്കും പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ തിരക്കഥയ്ക്ക് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നൊരു ആരോപണം എന്തായാലും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി രംഗത്തുണ്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. അതിനുശേഷം സന്ദേശ് ഖാലി വോട്ടെടുപ്പിന് പോകുന്നത് ജൂൺ 1-നാണ്. സ്വാഭാവികമായിട്ടും ഈ സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ചർച്ചയാകുന്ന ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി.ജെ.പിയും ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടി സംസ്ഥാനത്ത് പ്രചരണത്തിൽ ശക്തമാക്കുകയാണ്. ശരി നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.